Hi, welcome back. And this is part 9 of, part 1A. This is the last part. ഈ ഒരു പാർട്ടിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്കെയിൽ റേഞ്ച്, സ്കെയിൽ സ്പാൻ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഇതാണ് നമുക്ക് ഇനി പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ സ്കെയിൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താ? സ്കെയിൽ റേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ മെഷറബിൾ ലിമിറ്റ്സ് ആണ്. ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ നോക്കുക. മെഷർ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് ഇവിടെ 0 മുതൽ 10 വരെ. അപ്പൊ ഈ സ്കെയിൽ റേഞ്ച് എന്ന് പറയുന്നത് 0 to 10 വോൾട്ട്. ഇതൊരു എക്സാമ്പിൾ, ഒരു വോൾട്ട് മീറ്ററിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ആൻഡ് എന്താണ് സ്കെയിൽ സ്പാൻ എന്ന് പറയുന്നത്? സ്കെയിൽ സ്പാൻ എന്ന് പറയുന്നത് ആ ഒരു വിഡ്ത്ത് ഓഫ് ദ മെഷർമെന്റ് വിൻഡോ, ആ ഒരു മെഷർമെന്റ് വിൻഡോയുടെ വിഡ്ത്ത് ആണ് സ്കെയിൽ സ്പാൻ എന്ന് പറയുന്നത്. അതാണ്ട് സ്കെയിൽ സ്പാൻ, ആ ഒരു അപ്പർ ലിമിറ്റ് ടു ലോവർ ലിമിറ്റ്, അതാണ് ആ ഒരു സ്കെയിൽ സ്പാൻ. നമുക്കിത് ഓരോന്നും ഡിഫറെന്റ് ആയിട്ട് നോക്കാം. ആൻഡ് ദെൻ വി ഹാവ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അപ്പോൾ നോയ്സ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത് ബേസിക്കലി ആ ഒരു സിഗ്നലിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ് ആ ഒരു സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത്. നോക്കും, നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെഷർമെന്റ് വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എറേഴ്സ് ജസ്റ്റ് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിന്റെ ബിൽഡ് ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല അവിടെ എറേഴ്സ് വരുന്നത് അല്ലേ? പലപ്പോഴും നമുക്ക് കാണാം ഈ എറേഴ്സ് വരുന്നത് ആ ഒരു ഇൻസ്ട്രുമെന്റ് ഒരു പക്ഷേ അൺസൂട്ടബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച് ആയിരിക്കും അതിനകത്തുള്ളത്. ഇനി അതും അല്ലെങ്കിൽ അതിന്റെ സിഗ്നൽ കണ്ടീഷൻസ് വളരെ പൂർ ആയതുകൊണ്ടാകാം. അപ്പൊ ഈ ഒരു സെക്ഷൻ പ്രധാനമായിട്ടും 2 ഫൗണ്ടേഷണൽ ഐഡിയാസിൽ ഫോക്കസ് ചെയ്യുന്നു. ആദ്യം എങ്ങനെയാണ് ഒരു ഇൻസ്ട്രുമെന്റിന്റെ സ്കെയിൽസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, അത് സ്കെയിൽ റേഞ്ച് ഉപയോഗിച്ച് എങ്ങനെ അത് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ആ സ്കെയിൽ റേഞ്ചും സ്കെയിൽ സ്പാനും അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഗതികളാണ്. ആൻഡ് രണ്ടാമത് എങ്ങനെയാണ് ഈ ഒരു സിഗ്നൽ ക്വാളിറ്റി അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത് ആ ഒരു സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അല്ലെങ്കിൽ SNR ഉപയോഗിച്ച്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച്, ഈ 2 കോൺസെപ്റ്റ്സ് ഒരുമിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ ആക്യുറസിയെ, അതിന്റെ റീഡബിലിറ്റിയെ, അതിന്റെ റിലയബിലിറ്റിയെ ഒക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. ആൻഡ് എന്തുമാത്രം കോൺഫിഡൻസ് നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെന്റിൽ പ്ലേസ് ചെയ്യാം എന്നുള്ളതും ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി തന്നെ വരുന്നത്. അപ്പോൾ ആദ്യം ലെറ്റ് സി എന്താണ് ഈ ഒരു സ്കെയിൽ റേഞ്ച് എന്നുള്ളത്. അപ്പൊ സ്കെയിൽ റേഞ്ച് ഇവിടെ പറയുന്നത് എന്താ? ഇന്റർവെൽ ബിറ്റ്വീൻ മിനിമം ആൻഡ് മാക്സിമം. അപ്പോൾ ആ ഒരു മിനിമം ആൻഡ് മാക്സിമം മെഷറബിൾ വാല്യൂസിന്റെ ഇന്റർവെൽ ആണ് ഈ ഒരു സ്കെയിൽ റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡിഫൈൻസ് ഇൻസ്ട്രുമെന്റ് കേപ്പബിലിറ്റി ലിമിറ്റ്സ്. അപ്പൊ ഇവിടെ നോക്ക്, 10 വോൾട്ടിൽ കൂടുതൽ വന്നാൽ ഈ ഒരു ഇൻസ്ട്രുമെന്റിന് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് അതിന്റെ ആ ഒരു കേപ്പബിലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത്. 0 to 10 വോൾട്ട് ആണ് ഈ ഒരു സ്കെയിലിന്റെ റേഞ്ച്. അപ്പോൾ ഈ റേഞ്ച് എഴുതുന്ന എപ്പോഴും ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് എന്ന രീതിയിലാണ് ഇത് എഴുതുന്നത്. അപ്പൊ ഈ ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാണ്ട് ഇവിടെ എഴുതിയേക്കുന്നത് പോലെ ലോവർ ലിമിറ്റ് 0, ഇവിടെ നമുക്ക് കാണാം 0 വോൾട്ട്, ആൻഡ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 10 വോൾട്ട് ആയിട്ട് നമുക്ക് ഇവിടെ കാണാം. ഇതാണ് സ്കെയിൽ റേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആ ഒരു സ്കെയിൽ സ്പാൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സ്കെയിൽ സ്പാൻ എന്ന് പറയുന്നത് ഇസ് ദ ന്യൂമറിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ്. അപ്പൊ സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ, അതിനെയാണ് സ്കെയിൽ സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബേസിക്കലി ഇത് ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണ്? വിഡ്ത്ത് ഓഫ് ദ മെഷർമെന്റ് സ്കെയിൽ ആണിത്. ആ ഒരു മെഷർമെന്റ് സ്കെയിലിന്റെ വിഡ്ത്ത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്. അപ്പൊ സ്കെയിൽ സ്പാൻ നമ്മൾ നോക്കിയാൽ ഇറ്റ് ഇസ് ദ ന്യൂമറിക്കൽ ഡിഫറൻസ്, ആ ഒരു മാക്സിമം വാല്യൂവിന്റെയും മിനിമം വാല്യൂവിന്റെയും ന്യൂമറിക്കൽ ഡിഫറൻസ് ആണ് സ്കെയിൽ സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ സ്കെയിൽ റേഞ്ച് 0 to 10 വോൾട്ട് ആണെങ്കിൽ അതിന്റെ സ്പാൻ എത്ര വരും? 10 - 0 അല്ലെ? അപ്പൊ 10 വോൾട്ട് ആണ് അതിന്റെ സ്പാൻ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു സ്കെയിൽ റേഞ്ച് നമ്മൾ നോക്കിയേ, അത് 2 to 10 വോൾട്ട് ആണെങ്കിലോ, ഇപ്പൊ മിനിമം ഡിറ്റക്ട് ചെയ്യുന്നത് 2 വോൾട്ട്, മാക്സിമം 10 വോൾട്ട്. അപ്പൊ 2 to 10 വോൾട്ട് ആണെങ്കിലോ അന്നേരം അതിന്റെ സ്പാൻ 10 - 2 8 വോൾട്ട് ആണ് അതിന്റെ സ്പാൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്പാൻ എന്തുകൊണ്ടാണ് ഇവിടെ പ്രധാനപ്പെട്ടതാകുന്നത്? ബിക്കോസ് ഇറ്റ് റെപ്രസെന്റ്സ് ദ മെഷർമെന്റ് വിൻഡോ ഡെപ്ത്, വിഡ്ത്ത്. ആ ഒരു മെഷർമെന്റ് വിൻഡോയുടെ വിഡ്ത്ത് ആണ് ഈ ഒരു സ്കെയിൽ സ്പാൻ എന്ന് ശരിക്കും പറയുന്നത്. അപ്പോ നമ്മൾ ഒരുപാടധികം പെർഫോമൻസ് സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ലെറ്റ് സേ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ഫുൾ സ്കെയിൽ എറർ, ആ ഫുൾ സ്കെയിൽ എററിന്റെ പെർസെൻറ്റേജ്
ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്പാൻ. അത് സ്പാനിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു റാദർ ദാൻ ഓൺ ദ കറന്റ് റീഡിംഗ്. ആ കറന്റ് റീഡിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, അത് സ്പാനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ നോക്കിക്കോ, ഇവിടെ സ്കെയിൽ സ്പാൻ അതിന്റെ ഒരു ഡെഫിനിഷൻ നോക്കിയാൽ അത് ന്യൂമറിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്. ഇപ്പൊ സ്പാൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ എടുക്കുക. അപ്പൊ ഇതാണ് ആ ഒരു സ്പാൻ, അതായത് ആ ഒരു മെഷർമെന്റ് സ്കെയിലിന്റെ ടോട്ടൽ വിഡ്ത്ത് എത്ര പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ എക്സാമ്പിൾസ്, 2 എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് കണ്ടില്ലേ? ഇവിടെ 0 to 10 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ 0യിൽ തുടങ്ങുന്നത് അത് 10ലേക്ക് വരുന്നു. അപ്പോൾ 10 - 0 10 വോൾട്ട് ആണ് ഇതിന്റെ ആ ഒരു സ്പാൻ. അതായത് ഈ ഒരു ഏരിയ കാണുന്നതാണ് ആ ഒരു സ്പാൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സാമ്പിളിൽ നോക്കിയേ, 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ 2 to 10, അപ്പൊ 8 - 2 8 വോൾട്ട് ആണ് അവിടെ അതിനകത്ത് വരുന്ന ആ ഒരു സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഈ കാണിച്ചേക്കുന്നത്. ആദ്യത്തെ എക്സാമ്പിളിൽ 0 മുതൽ തുടങ്ങി 10 വരെ വരുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ എക്സാമ്പിളിൽ ആ സ്കെയിൽ തുടങ്ങുന്നത് തന്നെ 2ലാണ് തുടങ്ങുന്നത്, 2 വോൾട്ടിൽ അവിടെ തുടങ്ങുന്നു എന്നാണ്. ഇനി ഇഫ് യു സി വൈ റേഞ്ച് ആൻഡ് സ്പാൻ ആക്ച്വലി മാറ്റർ ഇൻ മെഷർമെന്റ് ക്വാളിറ്റി. മെഷർമെന്റ് ക്വാളിറ്റിയിൽ എന്താണ് ഈ ഒരു റേഞ്ചിന്റെയും സ്പാനിന്റെയും ആ ഒരു പ്രാധാന്യം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിലോ, അപ്പോ ഇത് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഒരു ഇൻസ്ട്രുമെന്റിന്റെ എബിലിറ്റി ടു ഷോ ദ ഡീറ്റെയിൽ, അതായത് എന്തുമാത്രം ഡീറ്റെയിൽ ആ ഒരു ഇൻസ്ട്രുമെന്റിന് കാണിക്കാൻ കഴിവുണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇസ് ഓൺ ഹൗ സ്ട്രെച്ച്ഡ് ദ സ്കെയിൽ ഇസ് ഓവർ ദ മെഷേർഡ് റീജിയൻ. ആ ഒരു മെഷേർഡ് റീജിയനിൽ എന്തുമാത്രം ആ സ്കെയിൽ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം ആ ഒരു സ്കെയിൽ വലിച്ച് നീട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നോക്കി മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോ ഉദാഹരണത്തിനൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു 0 to 100 ദാണ്ട് ഈ ഒരു ഇതിനകത്ത് കാണിച്ചേക്കുന്നത് നോക്കുക. 0 to 100 വോൾട്ട് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ആൻഡ് റേഞ്ച് ടു മെഷർ 5 വോൾട്ട്. 5 വോൾട്ട് മെഷർ ചെയ്യാനുള്ള ആ ഒരു റേഞ്ച് ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ 0 to 100 ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ 0 ഇവിടെ തുടങ്ങി 5 നമുക്ക് എവിടെ ഈ പോയിന്റർ എവിടെ വരുമ്പോഴാണ് 5 എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്? പോയിന്റർ ഇത്രയും വലിയ ഒരു സ്ട്രെച്ച് 0 to 100 വോൾട്ട് എന്ന ഒരു വലിയ ഒരു സ്പാൻ, ഒരു സ്ട്രെച്ച് അവിടെ കൊടുത്തിരിക്കുമ്പോൾ ആ 5 വോൾട്ട് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു അനക്കവേ അവിടെ ആ നീഡലിന് വരുവുള്ളൂ. ഒരുപക്ഷെ നമുക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് പോലും കഴിയില്ല, അല്ലേ? അപ്പോൾ പുവർ ആയിട്ടുള്ള റീഡബിലിറ്റി ഇഷ്യൂസ് അവിടെ വരും. അതേപോലെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ആ ഒരു ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെലക്ടഡ് റേഞ്ച്. ഡിജിറ്റൽ ആയിരുന്നാലും നമുക്ക് ആ ഒരു പ്രശ്നം അവിടെ വരും. പിന്നെ ഒരുപാടധികം അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനലോഗ് ഇൻസ്ട്രുമെന്റ് എറേഴ്സ് പ്രത്യേകിച്ചും സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ആ ഒരു ഫുൾ സ്കെയിലിന്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് അനലോഗ് സ്കെയിൽസിനകത്ത് എറേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഫുൾ സ്കെയിലിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഒരു ഇൻസ്ട്രുമെന്റ് ഒരു പക്ഷേ ഇഫ് ഇറ്റ് ഇസ് യൂസ്ഡ് ഓൺ ആൻ അൺനെസസറിലി ഹൈ റേഞ്ച്, ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഹൈ റേഞ്ചിൽ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പെർസെൻറ്റേജ് ഓഫ് ഫുൾ സ്കെയിൽ എറർ തന്നെ അത് അവിടെ കാണിക്കുമല്ലേ? കാരണം എന്താണ്? ഒരു ലാർജ് എറർ അവിടെ വരും റിലേറ്റീവ് ടു ദ റീഡിങ്. ആ ഒരു പെർസെൻറ്റേജ് അവിടെ കണക്കായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ആ ഒരു കറക്റ്റ് റേഞ്ച് സെലക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് കൺവീനിയന്റ് ആകുക മാത്രമല്ല ആക്യുറസി മാനേജ് ചെയ്യാനായിട്ട് നമുക്കത് എളുപ്പമായിരിക്കും. നോക്ക്, ഇവിടെ 0 to 100 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് ആണോ നമുക്ക് ഒരു 5 വോൾട്ട് ഡിറ്റർമിൻ ചെയ്യാൻ, അതോ 0 to 10 എന്ന് പറയുന്ന ഒരു സ്കെയിലിലാണോ നമുക്ക് കുറെ കൂടെ റീഡബിലിറ്റി ലഭിക്കുക? നമുക്ക് എപ്പോഴും 0 to 10 നമുക്ക് 5 ക്ലിയർ ആയിട്ട് കാണാം, അല്ലേ? എന്നാൽ 0 to 100 ഒരു 50 വോൾട്ട് ഒക്കെ വരുന്നത്, അല്ലെ 20 വോൾട്ട് ഒക്കെ വരുന്നത് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ഒരു 5 വോൾട്ടോ 10 വോൾട്ടോ അതിനകത്ത് ഒരു പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റോങ് ആയിട്ടുള്ള റേഞ്ച് ആണ് അവിടെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് ആ ഒരു അൺസർട്ടനിറ്റി അവിടെ കൂട്ടി കൊണ്ടുവരും എന്നുള്ളതാണ്.
അപ്പൊ അതിന് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യണം ബെറ്റർ ആക്യുറസിക്ക് വേണ്ടി. 5 വോൾട്ട് മെഷർ ചെയ്യുന്നതിന് ഒരു 0 to 10 റേഞ്ച് ഉള്ള ഒരു സ്കെയിൽ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലേ? എങ്കിൽ മാത്രമേ ആ ഒരു ക്ലാരിറ്റി, ആ ഒരു കോൺഫിഡൻസ് ആ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് ആ ഒരു പെർസെന്റേജ് ഓഫ് ഫുൾ സ്കെയിൽ എറർ ആണ് ഇവിടെ ഞാൻ ഈ സ്ലൈഡിൽ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻസ്ട്രുമെന്റിന്റെ ആക്യുറസി +or -2% ഓഫ് ദ സ്കെയിൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റേഞ്ച് 0 to 100 വോൾട്ട് ആണ് അവിടെ ഉള്ളതെങ്കിൽ +or-2 ഓഫ് 100 എന്ന് പറയുമ്പോഴത്തേക്ക് അത് എഗെയിൻ +or-2 വോൾട്ട് തന്നെയാണ്. 2% എന്ന് പറയുന്നത് +or-2 തന്നെയാണ് അവിടെ വരിക, അല്ലേ? അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ നോക്കിയാൽ അപ്പം 5 വോൾട്ട് റീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് +or-2 എറർ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ 5 വോൾട്ടിന്റെ 2% എന്ന് പറയുമ്പം അത് 40% അവിടെ എറർ വരുന്നല്ലേ. നേരെ മറിച്ച് ആ ഒരു 0 to 10 വോൾട്ട് റേഞ്ചിന്റെ ഒരു മീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്കെയിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലോ അങ്ങനെ വരുമ്പം വീണ്ടും അവിടെ ഒരു +or-2% എറർ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ 10 വോൾട്ടിന്റെ +or-2 എന്ന് പറയുമ്പോഴത്തേക്ക് +or-0.2 വോൾട്ട് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു പെർസെന്റേജ് എറർ എന്ന് പറയുന്നത് 4% മാത്രമാണ് അവിടെ വരിക. അപ്പൊ 40% എറർ ആണോ ബെറ്റർ, 4% എറർ ആണോ ബെറ്റർ? ആ പെർസെന്റേജ് വെച്ചിട്ടല്ലേ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, നൗ ലെറ്റ് us ലുക്ക് അറ്റ് എ വെരി പ്രാക്ടിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ഒരു കോമൺ സിനാറിയോ എടുത്തിട്ട് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക ഒരു കോമൺ സിനാറിയോ, നമ്മൾ സാധാരണ മെഷർമെന്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സിനാറിയോ. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന വോൾട്ടേജ് 8 വോൾട്ട് ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ 8 വോൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു 0 to 100 റേഞ്ച് ഉള്ള ഒരു 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 സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ക്രാംഡ് ആയിട്ട് വരും. നോക്ക്, അതാണ് ഈ ആദ്യത്തെ ഈ ഒരു ഇമേജിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. നമ്മൾ 0 to 100 വോൾട്ടിന്റെ ഒരു റേഞ്ച് ഇവിടെ ഉപയോഗിക്കുന്ന ലാർജ് റേഞ്ച് ആണ്, അല്ലെ? അതാണ് 0, 50, 100 എന്ന 3 ഇൻഡിക്കേഷൻ ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ പോയിന്റർ എവിടെയാ? ഓൾമോസ്റ്റ് 0യുടെ അടുത്ത് തന്നെ നിൽക്കുക. ആൻഡ് ആ ഒരു റീഡബിലിറ്റി കുറഞ്ഞു വരുന്നത്, അപ്പോൾ ആക്യുറസി അവിടെ കുറഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വളരെ ക്രാംഡ് ആയിട്ട് ഞെരുങ്ങി ആണ് ആ ഓരോ സ്കെയിൽസ് അതിനകത്ത് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ആ ഒരു ലോവർ എൻഡിന്റെ അടുത്തുനിന്ന് അധികം ഒന്നും അത് നീങ്ങത്തില്ല. അപ്പൊ വ്യക്തമായിട്ട് നമുക്കത് കാണാനായിട്ടും സാധിക്കില്ല എന്നുള്ളത്. ഇത് നേരെ മറിച്ച് നമ്മൾ ഒരു 0 to 10 വോൾട്ട് നമ്മൾ ഇവിടെ എടുക്കുക. 0 to 10 വോൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റീഡിങ് 8 വോൾട്ട് ആണ്. അപ്പൊ 0 to 10 ദാണ്ടെ ഇവിടെ 0 മുതൽ തുടങ്ങി 10 വരെയുള്ള ഒരു സ്കെയിൽ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ പോയിന്റർ ഒരു ഓപ്റ്റിമൽ ആയിട്ടുള്ള ഒരു സോണിലേക്ക് എത്തി. നമുക്കിപ്പോ കറക്റ്റ് ആയിട്ട് ഇത് വായിക്കാം. 5 കഴിഞ്ഞ് അടുത്ത ഇത് 8 ആണ് ഇതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വായിച്ചെടുക്കാം. അപ്പൊ റീഡബിലിറ്റി ബെറ്റർ ആകും, ആക്യുറസിയും അവിടെ ബെറ്റർ ആകും. ഇനി നേരെ മറിച്ച് നമ്മൾ ഒരു 0 to 5 വോൾട്ട്, അപ്പൊ ഇതൊരു ടു ലോ റേഞ്ച് ആണ്. 0 to 5 8 മെഷർ ചെയ്യുന്നതിന് നമ്മൾ 0 to 5 എടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓവർലോഡിനുള്ള ഒരു റിസ്ക് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ആ ആക്ച്വൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടിനേക്കാളും കൂടുതലാണ് അവിടെ വരുന്നത്. അപ്പോൾ മാക്സിമം ആ ഒരു 5 വരെ ഈ ഒരു റേഞ്ചിന് അല്ലെങ്കിൽ ഈ ഒരു സ്കെയിലിന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ തീരെ കുറഞ്ഞു പോയാലും അതൊരു പ്രശ്നമാണ്, ഒരുപാടധികം കൂടിപ്പോയാലും അതൊരു പ്രശ്നമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ വളരെ ഓപ്റ്റിമൽ ആയിട്ടുള്ള ഒന്ന് ഇവിടെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്? ചൂസ് ദ നിയറസ്റ്റ് ഹയർ റേഞ്ച്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വാല്യൂ അൺനോൺ ആണെങ്കിൽ നമ്മളൊരു ഹയർ റേഞ്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു റീഡിങ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ആ ഒരു നിയറസ്റ്റ് ഹയർ റേഞ്ചിലേക്കാളും കുറച്ച് കൂടുതൽ, അതായത് ഇവിടെ കാണുന്നില്ലേ 8-ന് ഒരു 10ന്റെ ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു നല്ല റീഡബിലിറ്റി നമുക്ക് ലഭിക്കും, അതേപോലെ ഒരു സേഫ് ഓപ്പറേഷനും ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ ഒരു റൈറ്റ് റേഞ്ച് നമ്മൾ ചൂസ് ചെയ്യണം ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സിന് വേണ്ടിയിട്ട്. അതേപോലെ ടു ലോ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല, ഓവർലോഡിലേക്ക് പോകും. ആ ഒരു ബെറ്റർ റേഞ്ച് സെലക്ഷൻ ആണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള മെഷർമെന്റ് ക്വാളിറ്റി നമുക്ക് ഇതുകൊണ്ട് ലഭിക്കും എന്നും കൂടെ ഇതിനകത്ത് നിന്ന് നമ്മൾ ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ആ ഒരു
എക്സ്ട്രീംസിൽ നമ്മൾ ഉപയോഗിച്ചാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ നിയർ സീറോ ആണെങ്കിൽ പുവർ ഡിസ്ക്രിമിനേഷൻ, അതേപോലെ പാരലലാക്സ് എഫക്റ്റ് ഉണ്ടാകും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാരലലാക്സ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് അതിനെ വീക്ഷിക്കുന്നു എന്നുള്ളതനുസരിച്ച് നമുക്ക് റീഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് കിടക്കുന്നത് പോലെ തോന്നാം. ഇനി നിയർ ഫുൾ സ്കെയിൽ ആണെങ്കിലോ ഒരു നോൺ ലീനിയറിറ്റി വരും അവിടെ. ആൻഡ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ആയി അത് അവിടെ നിൽക്കുന്നു, പിന്നെ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 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 വ്യാപ്തി അവിടെ ഇല്ല എന്നുള്ളത്. അപ്പം ആക്യുറസി പലപ്പോഴും ഈ എക്സ്ട്രീംസിന്റെ അടുത്ത് കിടക്കുകയാണെങ്കിൽ ആക്യുറസി വേഴ്സ്റ്റ് ആയി വരും എന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു ഇമേജ് നിയർ എക്സ്ട്രീംസ് ഓപ്പറേഷൻ നമ്മൾ നോക്കിയാലോ. അപ്പൊ നിയർ സീറോ ആണെങ്കിൽ ഇവിടെ ഈ കാണിക്കുന്നതാണ് നിയർ സീറോയിലാണ് വരുന്നതെങ്കിൽ ഒരു പുവർ ഡിസ്ക്രിമിനേഷൻ, നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ നമ്മൾ അതിനെ ഏത് ആംഗിളിൽ നിന്ന് നോക്കുന്നെന്നുള്ള ആ ഒരു പാരലലാക്സ് എഫക്റ്റും ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരും. ഇനി രണ്ടാമത്തേത് ആ ഒരു നിയർ ഫുൾ സ്കെയിൽ ആണെങ്കിലോ, നമ്മളിപ്പോ ഇവിടെ 10 എടുത്തു, ആ 10ലേക്ക് വന്ന് നിൽക്കുന്ന ഒരുപക്ഷെ 11 വോൾട്ട് അവിടെ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു നോൺ ലീനിയറാലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. ഈ ഒരു കാരണം നമുക്കറിയാം ആ വോൾട്ടേജിന് സമാനമായിട്ട് ലീനിയറായിട്ട് ആ ഒരു എന്താ പറയേണ്ടത് നീഡിൽ അവിടെ മൂവ് ചെയ്യണം അല്ലേ, റൈറ്റിലോട്ട്. അപ്പോ അങ്ങനെ വരുമ്പം സാച്ചുറേഷൻ വരും, അല്ലെങ്കിൽ ഹീറ്റിങ്ങിന്റെ റിസ്ക്കും ഒക്കെ അവിടെ ഉണ്ടാകാം. അപ്പൊ നമുക്ക് ഒരു എന്താ പറയണ്ട ഒരു 8 വോൾട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ അതായത് നമുക്കിപ്പോ ഏകദേശം അറിയാം ഒരു 8 വോൾട്ട് ആയിരിക്കും അതിനകത്തുനിന്ന് വരുന്ന ഔട്ട്പുട്ട്. അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് 0 to 10 വോൾട്ട് ഉള്ളത് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ശരിക്കും അൺനോൺ ആണ്, 8 ആണോ 10 ആണോ 12 ആണോ അതിൽ നിന്ന് വരുന്നതെന്ന് നമുക്കൊരു ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടെ വലുത് നമ്മൾ അവിടെ ഉപയോഗിക്കാം. ആൻഡ് ആ ഒരു എക്സ്ട്രീംസിലെ ആക്യുറസി നമ്മൾ നോക്കിയാൽ വാട്ട് ക്യാൻ ആക്ച്വലി ഗോ റോങ്. ആക്യുറസി ഓഫൻ വേഴ്സൻസ് അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് ദ സ്കെയിൽ. ഈ സ്കെയിലിന്റെ രണ്ട് എൻഡിൽ നമ്മൾ നോക്കിയിരുന്നാലും ആ ഒരു ആക്യുറസി മോശമാകും, അതായത് എക്സ്ട്രീംസിൽ നോക്കിയാൽ. കാരണം എന്താ, ആ ഒരു സ്ഥലത്ത് വരുന്ന എക്സ്ട്രീംസിൽ വരുന്ന സ്പെക്സ് നമുക്ക് യൂഷ്വലി ഡിറ്റർമിൻ ചെയ്തെടുക്കുന്നത് പാടായിരിക്കും. അപ്പോ അതിന്റെ ആ ഒരു ഇടയിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ, ഈ ഒരു കേർവിൽ കാണുന്നത് പോലെ എവിടെയെങ്കിലും ഇടയിൽ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്യുറസി നമുക്ക് അവിടെ കിട്ടും എന്നുള്ളത്. അപ്പൊ എന്താണ് അതിന്റെ കാരണം? ഈ നിയർ സീറോയിൽ അതിന്റെ റീസൺ എന്താണ്? സീറോയുടെ അടുത്ത് അത് ഒത്തിരി അധികം ക്രാംഡ് ആയിട്ട് അങ്ങ് നിന്നു പോകും. ആ ഒരു ചെറിയ ചേഞ്ച്, ആ ഒരു വാല്യൂവിൽ വരുന്ന ചെറിയ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറിയ പോയിന്റർ മൂവ്മെന്റേ അവിടെ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അതേപോലെ ഈ ഒരു പാരലലാക്സ് അതിനൊക്കെ ഒരു ലാർജർ എഫക്റ്റ് അവിടെ ഉണ്ടാകും. ആണ് ആ ഒരു ഐ നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്ത് നോക്കുന്നു എന്നുള്ളതനുസരിച്ച് ആ നീഡിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കാനുള്ള ആ ഒരു സാഹചര്യം അവിടെ വരും. അപ്പോ നിയർ സീറോ will result in poor readability and higher reading uncertainty. നിയർ ഫുൾ സ്കെയിൽ ആകുമ്പോഴത്തേക്ക് ആ ഒരു നോൺ ലീനിയാരിറ്റി അവിടെ വരുന്നത്, പോസിബിൾ സാച്ചുറേഷൻ അല്ലെങ്കിൽ ഓവർലോഡ് അല്ലെങ്കിൽ മെഷീൻ തന്നെ ഡാമേജ് ആയിട്ട് പോകാം. ആൻഡ് ആക്യുറസി അറ്റ് എക്സ്ട്രീംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ ഒരു ബെസ്റ്റ് പെർഫോമൻസ് റീജിയൻ ഏകദേശം ദാണ്ട് ഈ ഒരു ഏരിയ കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ ആ ഒരു ഏറ്റവും നല്ല പെർഫോമൻസ് റീജിയൻ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു മെഷർമെന്റിന്റെ ആക്യുറസി ഈ എക്സ്ട്രീമിൽ എത്തി റെഡ്യൂസ് ആയി പോകാതെ നമുക്ക് അതിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു എക്സ്ട്രീംസിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. Now let us also see what is the relationship to resolution, sensitivity and accuracy. അപ്പോ ഈ ടേംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്റർ കണക്ട് ചെയ്യുന്ന ടേംസ് ആണ്. നമ്മൾ ഒരു ചെറിയ സ്പാൻ, ഒരു സ്മോളർ സ്പാൻ ചൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ ചൂസ് ചെയ്യുന്ന, അതായത് ഒരു ലോ റേഞ്ച് ഉള്ള ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഔട്ട്പുട്ട് ചേഞ്ചസ് മോർ ഫോർ എ ഗിവൻ ഇൻപുട്ട് ചേഞ്ച്. അപ്പോ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഔട്ട്പുട്ട് കൂടുതൽ ചേഞ്ച് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റിയും റെസല്യൂഷനും അവിടെ ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അതേസമയം ഒരുപാടധികം ഇൻസ്ട്രുമെന്റ്സ് എന്താ പറയേണ്ടത്, അതിന്റെ ആക്യുറസി ഒരു പെർസെന്റേജ് ഓഫ് ഫുൾ സ്കെയിൽ സ്പാൻ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്
വിൽ ടെൻ ടു റെഡ്യൂസ്, അത് ഷ്രിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും ആ ഒരു സ്പാൻ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ആ ഒരു റേഞ്ച് സെലക്ഷൻ എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പവർഫുൾ വേസ് ടു ഇംപ്രൂവ് മെഷർമെന്റ് ക്വാളിറ്റി. ആ ഒരു ഇൻസ്ട്രുമെന്റ് തന്നെ മാറ്റാതെ നമുക്ക് അതിന്റെ ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് അതിന്റെ ആ ഒരു എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ? റെസൊല്യൂഷന്റെയും സെൻസിറ്റിവിറ്റിയുടെയും ആക്യുറസിയുടെയും ആ ഒരു റിലേഷൻഷിപ്പ്, ഒരു കണക്ഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ റെസൊല്യൂഷനിൽ നോക്കിയാൽ ഒരു ചെറിയ സ്പാൻ റേഞ്ച് ആണെങ്കിൽ അതിന്റെ റെസൊല്യൂഷൻ കുറെ കൂടെ ഫൈൻ ആയിട്ട് മാറും. നോക്ക്, റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു 0 to 100 വോൾട്ട് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ അതിന്റെ ഏറ്റവും ചെറിയ ഡിവിഷൻ എന്ന് പറയുന്നത് 2 വോൾട്ട് ആയിരിക്കും അവിടെ വരിക. അപ്പൊ ഒരു 2 വോൾട്ടിന്റെ ചേഞ്ച് വന്നാൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പാടാം, അല്ലെ? എന്നാൽ 0 to 10 വോൾട്ട് എടുക്കുമ്പോഴോ അതിന്റെ സ്മോളസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് 0.2 ആയിട്ട് വരും. അപ്പൊ 0 to 10 അതിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് 5 വോൾട്ട് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം അത് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് മെഷർ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഒരു ലോവർ റേഞ്ച് യൂസസ് മോർ ഓഫ് ദ സ്കെയിൽ. റേഞ്ച് ചെറുതാണെങ്കിൽ ആ സ്കെയിലിന്റെ കൂടുതൽ ഭാഗം അവിടെ ഉപയോഗിക്കും. അപ്പോൾ ഓരോ ഡിവിഷനും ഒരു ചെറിയ വാല്യൂവിനെ ക്ലിയർ ആയിട്ട് അതിനകത്ത് ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടുത്തെ സ്മോളസ്റ്റ് ഡിവിഷൻ 2 വോൾട്ട് ആണ്. അപ്പൊ ഓരോ 2 വോൾട്ടിനുമാണ് നീഡിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ 0.2 വോൾട്ടിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോഴല്ലേ കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് കിട്ടുക. അതേപോലെ സെൻസിറ്റിവിറ്റി നോക്കിയേ, സെൻസിറ്റിവിറ്റി ആക്ച്വലി ആ ഒരു സ്കെയിൽ എക്സ്പാൻഷനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ 0 to 100 വോൾട്ടിന്റെ ആ ഒരു ഇൻപുട്ട് ഉള്ളത് നമ്മൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 1 വോൾട്ട് ഇൻപുട്ട് നമ്മൾ അതിന് കൊടുക്കുക. അപ്പോ അതിന്റെ ആ ഒരു ഔട്ട്പുട്ട് ചേഞ്ച് കണ്ട ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ആ സെയിം 0 to 10 വോൾട്ട് എടുത്തിട്ട് അതിനകത്തൊരു 1 വോൾട്ട് ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ സ്കെയില് ചെറിയ സ്കെയിൽ ആയതുകൊണ്ട്, ചെറുതെന്ന് പറഞ്ഞാൽ അത് 0 to 10 മാത്രമാണുള്ളത്. ഇവിടെ 100 വോൾട്ട് വരെ ഇവിടെ മെഷർ ചെയ്യാം. അപ്പൊ ഇവിടെ 10 വോൾട്ട് വരെയാണ് ഇവിടെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു 1 വോൾട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ഡിഫറൻസ് അവിടെ വ്യത്യാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ എന്താണ്? ലോവർ റേഞ്ച് ഗ്രേറ്റർ സ്കെയിൽ ആൻഡ് എക്സ്പാൻഷൻ ഹയർ സെൻസിറ്റിവിറ്റി. ആ ഒരു എക്സ്പാൻഷൻ കൂടുമ്പോഴത്തേക്ക് ഹയർ സെൻസിറ്റിവിറ്റി അതിനുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇനി ആക്യുറസിയുടെ കാര്യം നോക്കിയാൽ, ആക്യുറസിയെ പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു ഫുൾ സ്കെയിലിന്റെ 1% ആക്യുറസിയെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇൻസ്ട്രുമെന്റ് ആക്യുറസി ±1% ഓഫ് ദ ഫുൾ സ്കെയിൽ എന്ന് പറയുന്നു. അപ്പോൾ റേഞ്ച് നോക്കിയ 0 to 100 വോൾട്ട് ആണെങ്കിൽ അതിന്റെ ഫുൾ സ്കെയിൽ എന്ന് പറയുന്നത് 100 വോൾട്ട് ആണ്. ആ ഒരു 6 വോൾട്ടിന്റെ റീഡിങ്ങില് നമ്മൾ ആ ഒരു അബ്സല്യൂട്ട് എറർ 1% അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വോൾട്ട് അവിടെ എറർ ആയിട്ട് കാണിക്കും. ഇപ്പൊ 6 വോൾട്ടില് 1 വോൾട്ട് അതൊരു വലിയ ഒരു നമ്പർ ആണ്, അല്ലെ? അത് നേരെ മറിച്ച് 0 to 10 വോൾട്ട് റേഞ്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ 10 വോൾട്ട് മാത്രമാണ് അതിന്റെ ആ ഒരു ഫുൾ സ്കെയിൽ സ്പാൻ എന്ന് പറയുന്നത്. ആൻഡ് 6 വോൾട്ട് റീഡ് ചെയ്യുമ്പം വീണ്ടും ആ ഒരു ±1% അവിടെ നമ്മൾ എടുക്കുമ്പോൾ 0.1 മാത്രമേ അവിടെ നമുക്ക് ആ ഒരു അബ്സല്യൂട്ട് എറർ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഒരു ലോവർ സ്പാൻ ആക്ച്വലി റെഡ്യൂസസ് ആ ഒരു അബ്സല്യൂട്ട് എററിനെ റെഡ്യൂസ് ചെയ്യും. അത് ആ ഒരു ഫുൾ സ്കെയിലിന്റെ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്ക്. സോ ഇവിടുത്തെ കീ മെസ്സേജ് എന്ന് പറയുന്നത് ചൂസ് എ സ്മോളർ അപ്രോപ്രിയേറ്റ് റേഞ്ച് ആൻഡ് ദാറ്റ് വിൽ ഇംപ്രൂവ് ആ ഒരു റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻ ആയിട്ടുള്ള ചെറിയ ചെറിയ റീഡിങ്സ് കൃത്യമായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ആൻഡ് സെൻസിറ്റിവിറ്റി, ഓക്കെ, മോർ ഔട്ട്പുട്ട് പെർ ഇൻപുട്ട് ചേഞ്ച്. അപ്പോൾ ആ സെൻസിറ്റിവിറ്റി ആണത്. ഇവിടെ ആ ഒരു 1 വോൾട്ടിന്റെ ആ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നീഡിൽ ഏകദേശം ഈ ഒരു പൊസിഷനിലേക്ക് വന്നു എന്നുള്ളത്, അല്ലേ? ആൻഡ് ആ ആക്യുറസി എന്ന് പറയുമ്പോഴത്തേക്ക് അബ്സല്യൂട്ട് എറർ വളരെ ചെറുതായി ഇരിക്കും എന്നുള്ളത്. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, റേഞ്ച് സെലക്ഷൻ എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ വേസ് ടു ഇംപ്രൂവ് മെഷർമെന്റ് ക്വാളിറ്റി. റൈറ്റ്, ഓക്കെ. അപ്പോ ദാറ്റ്സ് അബൌട്ട് ദ സ്പാൻ ആൻഡ് ദ റേഞ്ച്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ ഒരു സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. അപ്പൊ എന്താണ് ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത്? ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സില് നമ്മൾ റെയർ ആയിട്ടാണ് ആ ഒരു പ്യോർ സിഗ്നൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്.
മോസ്റ്റ് ഓഫ് ദ റിയൽ സിസ്റ്റംസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. ഒരു പക്ഷേ തെർമൽ നോയ്സ് ആയിരിക്കാം, ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫിയറൻസ് ആയിരിക്കാം അവിടെ വരുന്നത്. ഇനി അതും അല്ലെങ്കിൽ സെൻസേഴ്സിന്നോ ആംപ്ലിഫയേഴ്സിന്നോ ഒക്കെ വരുന്ന നോയ്സും അവിടെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അല്ലെങ്കിൽ SNR എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൗ സ്ട്രോങ് ദ ഡിസയേർഡ് സിഗ്നൽ ഈസ്. നമുക്ക് ആവശ്യമുള്ള സിഗ്നൽ എന്തുമാത്രം സ്ട്രോങ് ആണ് വെൻ കമ്പയർഡ് ടു എ നോയ്സ്. നോയ്സ് എന്താണ്? അവിടെ വരുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് നോയ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഒരു SNR ഹൈ ആണെങ്കിൽ ഇറ്റ് മീൻസ് സിഗ്നൽ വളരെ ക്ലിയർ ആയിട്ട് ആ നോയ്സിനെ അതിജീവിച്ച് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് അവിടെ പോസിബിൾ ആകുന്നു. ഒരു ലോ ആയിട്ടുള്ള ഒരു സിഗ്നൽ നോയ്സ് റേഷ്യോ മീൻസ് അത് സിഗ്നലിനെ, നമുക്ക് ആവശ്യമുള്ള സിഗ്നലിനെ ആ നോയ്സ് ഒബ്സ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ അൺസർട്ടനിറ്റി ഉണ്ടാകാം, റീഡിങ്സില് ഇൻസ്റ്റെബിലിറ്റിയും അവിടെ ഉണ്ടാകാം. ആ സെയിം സ്ലൈഡ് തന്നെ ഇവിടെ നോക്കിയേ. അപ്പൊ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളതാണ്. അതായത് റേഷ്യോ ഓഫ് ഡിസയേർഡ് സിഗ്നൽ, ഒരുപക്ഷെ ഡിസയേർഡ് സിഗ്നൽ ആണ് നമ്മൾ അവിടെ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിഗ്നൽ, ടു അൺവാണ്ടഡ് നോയ്സ്. അപ്പൊ അതിന്റെ ആ ഒരു റേഷ്യോ ആണ് ഈ SNR അല്ലെങ്കിൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ SNR കമ്പയർസ് ദ സ്ട്രെങ്ത് ഓഫ് ദ വാണ്ടഡ് സിഗ്നൽ. നമുക്ക് ആവശ്യമുള്ള സിഗ്നലിന്റെ ആ ഒരു സ്ട്രെങ്ത്തിനെ എടുത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ നോയ്സുമായിട്ട് അത് കമ്പയർ ചെയ്യും. ആൻഡ് മറ്റൊന്ന് ആ സിഗ്നൽ ക്ലാരിറ്റിയെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ ഒരു ആവശ്യമുള്ള സിഗ്നൽ എന്തുമാത്രം ക്ലിയർ ആണെന്നുള്ളതിന്റെ ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ കിട്ടുന്നു. അപ്പോൾ ഒരു ഹയർ ആയിട്ടുള്ള ഒരു SNR ആണെങ്കിൽ അതിന്റെ അർത്ഥം ബെറ്റർ ആണ് അതിന്റെ മെഷർമെന്റ് റീഡബിലിറ്റി എന്നുള്ളത്. അപ്പോൾ അവർ SNR ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവര് നോയ്സ് ഡിക്രീസ് ചെയ്യും ആൻഡ് മെഷർമെന്റ്സ് ആക്യുറേറ്റ് ആകും, സ്റ്റേബിൾ ആകും, വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഈ കൊടുത്തേക്കുന്ന വേവ് ലെങ്ത്തും കാര്യങ്ങളും ഒരു ഹൈ SNR ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അല്ല, അതാണ് വേണ്ടത്. ഓക്കെ, ഹൈ SNR ആവുമ്പോഴത്തേക്ക് ആ ഒരു നോയ്സ് ലെവലാണ് റെഡിൽ കൊടുത്തേക്കുന്നത്. നോയ്സ് ആ ഗ്രാഫിൽ അങ്ങ് താഴെ നിൽക്കും ആൻഡ് നമുക്ക് വേണ്ട സിഗ്നൽ വിൽ ബി എബവ് ഇറ്റ്. അപ്പൊ ആ നോയ്സിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാകില്ല സിഗ്നലിന്. നേരെ മറിച്ച് ആ SNR ലോ ആണെങ്കിൽ ആ ഒരു നോയ്സ് ഈ സിഗ്നലിനെ അതിജീവിക്കുന്ന നോയ്സ് ആണ് ഇവിടെ റെഡിൽ കാണുന്നത്. സിഗ്നലിനെ അതിജീവിക്കുന്ന, സിഗ്നലിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് അവിടെ കിട്ടുമോ? റീഡിങ് അവിടെ കിട്ടില്ല. ഇനി റീഡിങ് എന്തെങ്കിലും കിട്ടിയാലും അത് അൺറിലയബിൾ ആയിരിക്കും. ഈ നോയ്സ് എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നു? ഈ നോയ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ടെമ്പറേച്ചർ കൊണ്ടുണ്ടാകുന്ന തെർമൽ നോയ്സ് ആകാം, ദാറ്റ് ഇസ് കോൾഡ് ജോൺസൺ നോയ്സ്. ഇനി അതും അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫിയറൻസ് കൊണ്ടാകാം. ഇനി അതും അല്ലെങ്കിൽ ആംപ്ലിഫയറിന്റെയോ സർക്യൂട്ടിന്റെയോ നോയ്സ് കൊണ്ടാകാം. ഇനി അതും അല്ലെങ്കിൽ സെൻസറിന്റെയോ ട്രാൻസ്ഡ്യൂസറിന്റെയോ ഒക്കെ നോയ്സ് കൊണ്ടാകാം. ഇനി അതും അല്ലെങ്കിൽ പവർ സപ്ലൈയിൽ ഉണ്ടാകുന്ന ആ ഒരു റിപ്പിൾ, ഹം, ഇതൊക്കെ കൊണ്ടും അവിടെ നോയ്സ് വരാം എന്നുള്ളത്. ഓക്കെ, അപ്പോ അവർ SNRന്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയ്സ് പവർ. കാരണം നോയ്സ് പവർ ആണ് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ളത്, അതാണ് ആ ഒരു താഴേക്ക് വരേണ്ടത്. ആൻഡ് SNR എപ്പോഴും ഡെസിബിൾസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ദാണ്ടേ ലെസ് ദൻ 10 ഡെസിബിൾ എന്ന് പറയുന്നത് വെരി പുവർ ആണ് ആ ഒരു ഇത്. ആൻഡ് 60ക്ക് മുകളിലോട്ടൊക്കെ ആണെങ്കിൽ എക്സലന്റ് എന്ന് നമുക്ക് പറയാം. അപ്പോ ഹയർ ദി SNR, the clearer the signal, the more reliable the measurement. And good measurement systems aim for highest possible SNR-ലാണ് ആ ഒരു ഗുഡ് സിസ്റ്റംസ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് ആർ സം ഓഫ് ദ മെത്തേഡ്സ് ടു ഇംപ്രൂവ് ആ ഒരു SNR ഇംപ്രൂവ് ചെയ്യുന്നതിന്? ഒന്ന്, ഫിൽറ്ററിങ് ഉപയോഗിക്കാം. അപ്പൊ ഫിൽറ്ററിങ്ങിലൂടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് അവിടെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഏതെങ്കിലും ഒരു ബാൻഡ് മാത്രം അവിടെ സെലക്ട് ചെയ്ത് ബാക്കിയെല്ലാം അവിടെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഷീൽഡിങ്ങും ഗ്രൗണ്ടിങ്ങും അതിനകത്ത് ഉപയോഗിക്കാം.
ഷീൽഡിങ്, ഗ്രൗണ്ടിങ് ഒക്കെ ആ ഒരു സിഗ്നൽ ക്യാരി ചെയ്യുന്ന വയേഴ്സിന് അവിടെ ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു എന്താ പറയേണ്ടത്, എക്സ്റ്റേണൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സിന്റെ ആ ഒരു ഇന്റർഫിയറൻസ് അവിടെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കാം, ആംപ്ലിഫിക്കേഷൻ ആൻഡ് സിഗ്നൽ കണ്ടീഷനിങ്. അപ്പൊ ഇവിടെ ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ്, നമുക്ക് ആ ഒരു സിഗ്നലിന്റെ ആ ഒരു ലെവല് നമ്മൾ അവിടെ കൂട്ടുകയാണ്. പക്ഷെ ആംപ്ലിഫിക്കേഷൻ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം, കാരണം ആംപ്ലിഫിക്കേഷന് അതിൻ്റെതായ ഒരു നോയ്സ് അവിടെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗുഡ് സിഗ്നൽ കണ്ടീഷനിങ് ആണ് അതിന് നമ്മൾ അവിടെ ആവശ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. ആൻഡ് കറക്റ്റ് ഫൈനലി ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള കേബിൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഷോർട്ട് ആയിരിക്കണം അതിന്റെ ലീഡ്സ്, ഒത്തിരി നീളമുള്ള കേബിൾസ് ആകരുത്. ആൻഡ് ഒരു പ്രോപ്പർ ലേ ഔട്ട് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു നോയ്സ് റെഡ്യൂസ് ചെയ്ത് ആ ഒരു മെഷർമെന്റ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്ത് പറയാനാണ് എന്നുണ്ടെങ്കിൽ, റേഞ്ച് സ്കെയിൽ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്, ഇറ്റ് ഡിഫൈൻസ് വാട്ട് ആൻ ഇൻസ്ട്രുമെന്റ് ക്യാൻ മെഷർ. ഒരു ഇൻസ്ട്രുമെന്റിന് എന്ത് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് റേഞ്ച് സ്കെയിൽ എന്ന് പറയുന്നത്. അതേസമയം സ്കെയിൽ സ്പാൻ എന്താണ്, ഇറ്റ് ഡിഫൈൻസ് ദ വിഡ്ത്ത് ഓഫ് ദറ്റ് മെഷർമെന്റ് വിൻഡോ. ആ മെഷർമെന്റ് വിൻഡോയുടെ വിഡ്ത്ത് ആണ് ആ ഒരു എന്താ പറയേണ്ടത് സ്കെയിൽ സ്പാനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് ഡയറക്ട്ലി ഇത് റീഡബിലിറ്റിയെയും റെസല്യൂഷനെയും ആ ഒരു ഫുൾ സ്കെയിൽ ബേസ്ഡ് എററിനെയും ഒക്കെ ഇത് എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്താണ് ചെയ്യുന്നത്, ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഹൗ ക്ലിയർ ദ ഡിസയേർഡ് സിഗ്നൽ സ്റ്റാൻഡ്സ് എബവ് ദ അൺവാണ്ടഡ് നോയ്സ്. ആ അൺവാണ്ടഡ് നോയ്സിന് മുകളിൽ എന്ത് വ്യക്തമായിട്ട് ഇത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വീണ്ടും ആ ഒരു റീഡബിലിറ്റി, ആക്യുറസി, അതിന്റെ ആ ഒരു പ്രാക്ടിക്കൽ റെസല്യൂഷനെ ഒക്കെ ഇത് സ്വാധീനിക്കുന്നു എന്നുള്ളത്. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയേണ്ടത് മെഷർമെന്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സെലക്ടിങ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റേഞ്ച് സെലക്ട് ചെയ്യണം, ആൻഡ് അഡിക്വേറ്റ് ആയിട്ടുള്ള ആ ഒരു SNR അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് അതിന് നല്ല ഇൻസ്ട്രുമെന്റേഷൻ ടെക്നിക്സ് അവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്കിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയതായിട്ട് നമുക്ക് എടുക്കാം, ബിക്കോസ് വി ഹാവ് കവേർഡ് ഓൾ ദ ടോപ്പിക്സ്. ആൻഡ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് വരിക. ആൻഡ് വി ഹാവ് 9 parts ഓഫ് lecture classes here. So thank you very much for watching all these lessons, and you have an excellent day ahead. See you in the next class.